ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ബാലചന്ദ്രമേനോൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാട്ടോ. ശിവശങ്കര മേനോനെ കൊണ്ടുപോയി എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ വൈജയന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശിവേട്ടൻ ഫ്ലൈറ്റ് കയറി പോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, ചെക്ക് ഇൻ ചെയ്ത ഉടനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോന്നു എന്ന് പറയാട്ടോ. അതെന്തിനാണ് പോകുന്നത്? ഒരാളെ യാത്ര അയക്കാൻ പോയിട്ട് അയാൾ പോയി കഴിഞ്ഞിട്ട് പോന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതെന്തിനാണ് ഞാൻ അത്രയും നേരം അവിടെ നിൽക്കുന്നത്? ഞാൻ മാത്രമല്ലല്ലോ, കമലേട്ടത്തിയും രഞ്ജിനിയും ഉണ്ടായിരുന്നല്ലോ കൂടെ എന്ന് പറയാം കേട്ടോ. എന്നിട്ട് അവരെ എവിടെയെന്ന് ചോദിക്കുകയാണേ വൈജയന്തി. അവരെ ഞാൻ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുപോയി ഇട്ടു, അതെന്താ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമായിരുന്നു എന്ന് ചോദിക്കുകയാണേ. അതിനെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ് വൈജയന്തി. ഞാൻ ദേഷ്യപ്പെട്ടോ? ഞാൻ ഈ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞതല്ലേ. എന്തായാലും എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം എന്താ എന്ന് പറയാണ് ബാലചന്ദ്രമേനോൻ. കുഞ്ഞുമോളെ എന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് വൈജയന്തി അകത്തേക്ക്. പുറകെ ബാലചന്ദ്രനും. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രമേനോൻ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം റൂമിൽ ഇങ്ങനെ നിൽക്കണം. ആ സമയത്ത് സാറേന്ന് വിളിച്ചുകൊണ്ട് കുഞ്ഞുമോളെ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. ഇതാ നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കൊടുക്കുകയാണേ. എന്നിട്ട് കുഞ്ഞുമോൾ ചോദിക്കുന്നുണ്ട്, സാറേ എന്നെ ഇവിടെ നിന്ന് പിരിച്ചു വിടുകയാണോ എന്ന് ചോദിക്കുകയാണ്. എന്ന് ആര് പറഞ്ഞു? ദേ മാഡം പറഞ്ഞല്ലോ എന്നെ ഇവിടെ നിന്ന് പിരിച്ചു വിടുകയാണ്, പുതിയ ജോലിക്കാരി വന്നു കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് പിരിച്ചു വിടുന്ന കുറേ ദിവസമായി പറയുന്നു എന്ന് പറയാട്ടോ. പുതിയ ജോലിക്കാരി വന്നത് അമ്മയെ നോക്കാനാണ്, അല്ലാതെ ഇവിടുത്തെ വീട്ടുജോലി ചെയ്യാനല്ല. കുഞ്ഞുമോള് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും? അതൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയാട്ടോ. പുതിയ ജോലിക്കാരി കൊണ്ട് ചെയ്യിക്കുമായിരിക്കും എന്ന് പറയണേ. എന്താണെന്നറിയില്ല, ഞാൻ വൈജയോട് ചോദിക്കാം എന്ന് പറയാണ് ബാലചന്ദ്രമേനോൻ. സാറ് ചോദിക്കേണ്ട, എന്നിട്ട് സാറിൻ്റെ മെക്കിട്ട് കയറാനാണ് സാറ് ചോദിക്കേണ്ടതെന്ന് പറയാണ് കുഞ്ഞുമോൾ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ പിരിച്ചു വിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് ജോലി സെറ്റാവും, ഞാൻ ഇതിനേക്കാളും നല്ല ശമ്പളത്തിൽ ജോലിയും ചെയ്യും, പുതിയ ജോലിക്കാരിയെ വെക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും മാഡം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുമോൾ അവിടെ നിന്ന് പോകുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞുമോൾ അലീനയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇവിടെ 100 കൂട്ടം ജോലിയുണ്ട്, എല്ലാം ഒന്നും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണ്ട, എല്ലാ ദിവസവും തുടയ്ക്കാനൊക്കെ പറയും, 2 നേരം തുടയ്ക്കാനൊക്കെ പറയും, 2 നേരം എല്ലാ ദിവസവും തുടയ്ക്കണമെന്നൊക്കെ ചോദിക്കണേ. അങ്ങനെയൊക്കെ അവർ പറയും, പക്ഷേ ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ശീലമായി പോവും, അങ്ങനെ ചെയ്യരുത്. ഇന്നൊരു ദിവസം താഴെ തുടച്ചു കഴിഞ്ഞാൽ നാളെ മുകളിൽ തുടച്ചാൽ മതി, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയാൽ മതി, നടു ഒടിയുന്ന അത്രയും പണിയുണ്ട് ഇവിടെ, പക്ഷേ എല്ലാം ഒന്നും ചെയ്യരുത്, എത്രയൊക്കെ ചെയ്താലും ചീത്ത മാത്രമേ കേൾക്കുള്ളൂ, വഴക്ക് പറയുള്ളൂ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ അതുപോലെ ഞാനും വെറുതെ മിണ്ടാതിരിക്കുന്നില്ല, ഞാനും ചില സമയത്തൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യും. എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ സോപ്പ് പൊടിയൊക്കെ വാരിയിട്ടിട്ട് ബാത്റൂം കഴുകും, അലക്കാനുള്ളതിനൊക്കെ ഒരുപാട് എടുക്കും. 2 ദിവസം കൊണ്ട് ഞാൻ ഒരാഴ്ചത്തേക്കുള്ളത് 2 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെ കുറേ ഞാനും ചെയ്യും. പിന്നെ അച്ചാർ പാത്രമൊക്കെ ഞാൻ മനഃപൂർവ്വം എന്നുള്ള രീതിയിൽ അറിയാത്ത രീതിയിലാണെന്ന് കാണിച്ചുകൊണ്ട് തട്ടിയിട്ട് പൊട്ടിക്കും. അപ്പോഴൊക്കെ വഴക്ക് കേൾക്കില്ലേന്ന് ചോദിക്കണം. വഴക്കൊക്കെ കേൾക്കും, എന്നാലും സുഖമുണ്ടല്ലോ, നമ്മൾ ചെയ്തിട്ടല്ലേ വഴക്ക് പറയുന്നതെന്ന് പറയണ കുഞ്ഞുമോള്. എനിക്കിങ്ങനെ കള്ളത്തരമൊന്നും ചെയ്യാൻ അറിയത്തില്ല ചേച്ചി എന്ന് പറയണ അലീന. എന്നാൽ പിന്നെ നീ കുറേ അനുഭവിക്കും, ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നീ അനുഭവിക്കുക ചെയ്യും. ചേച്ചി ഇവിടുന്ന് പോവുകയാണോ എന്ന് ചോദിക്കുകയാണേ. അതെ, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുമെന്ന് കുറച്ച് ദിവസമായി പറയുന്നു എന്ന് പറയണേ. അപ്പോൾ ചേച്ചി പോയാൽ എന്ത് ചെയ്യും? ഞാൻ പോയി കഴിഞ്ഞാലും എനിക്ക് ഒരുപാട് വേറെ സ്ഥലത്ത് ജോലിയൊക്കെ കിട്ടും, പക്ഷേ എനിക്കതൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇനി നീയാണ് അനുഭവിക്കാൻ പോകുന്നത്, നോക്കിയും കണ്ടൊക്കെ നിന്നാൽ മതി, ഒരുപാട് ആത്മാർത്ഥതയൊന്നും കാണിക്കേണ്ട എന്നൊക്കെ പറയാണ് കുഞ്ഞുമോള്. ആ സമയത്ത് കുഞ്ഞുമോളെ എന്ന് വിളിച്ചുകൊണ്ട് വൈജയന്തി ഇങ്ങനെ അലറുന്നുണ്ട് കേട്ടോ. ഇതേ എന്നെ വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുമോളെ അങ്ങോട്ടേക്ക് പോവാണേ. പിന്നീട് വൈജയന്തി ബബിതയും കൃഷ്ണമോളെയും വിളിക്കട്ടോ. ബബിതേ കൃഷ്ണ ഇവിടെ വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കണം. എന്ത് ഒച്ചയമ്മ, എന്തിനാ ഇങ്ങനെ ഒച്ച ഇടണമെന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണ വരിക കേട്ടോ. ഇതൊക്കെ എന്താ ഈ ബുക്സൊക്കെ ഇങ്ങനെ പരത്തിട്ടേക്കണേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, സ്കൂൾ വിട്ട് വന്നാൽ ഇതൊക്കെ അടക്കി പെറുക്കി എടുത്ത് വെച്ചോളണമെന്ന് എടുത്ത് വെക്കുകയെന്ന് പറയണേ. കൃഷ്ണ പെട്ടെന്ന് തന്നെ അതൊക്കെ എടുത്ത് മാറ്റാൻ നോക്കുകയാണ്, സെറ്റിൽ നിന്നും അതുപോലെ ടേബിളിൽ നിന്നൊക്കെ എടുത്ത് മാറ്റുന്നു. അതേസമയം ബബിതയും വരികയാണ്. എന്താ അമ്മയെ വിളിച്ചതെന്ന് ചോദിക്കണം. നിൻ്റെതല്ലേ ബാഗ്, നീ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണോ? ആമ്പിള്ളേർ നിന്നെക്കാളും നല്ലതായിരിക്കുമല്ലോ, ആമ്പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ നീ ബുക്കൊക്കെ പരത്തിയിട്ട് ബാഗ് അവിടെ ഇട്ട് ഇവിടെ ഇട്ട് എടുത്തോണ്ട് പോകുമെന്ന് പറയാട്ടോ. അങ്ങനെ ബബിതയും അതെടുക്കാനായിട്ട് പോവാണ്. ആ സമയത്ത് ബാലചന്ദ്രമേനോൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുമോളെ പറഞ്ഞേക്കാൻ പോകണമെന്ന് ചോദിക്കാട്ടോ. അതെ പറഞ്ഞേക്കാൻ പോകണം. എന്തിനാ ഇവിടെ 2 വേലക്കാരികൾ? അതിന് അലീന വേലക്കാരിയല്ലല്ലോ, അമ്മയെ നോക്കാൻ വന്ന ഹോം നേഴ്സ് ഇല്ലേന്ന് ചോദിക്കുകയാണേ. അമ്മയെ നോക്കാൻ വന്ന ഹോം നേഴ്സ് ആണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്താൽ എന്താ കുഴപ്പം? ഇവിടെ അമ്മയെ നോക്കാനായിട്ട് ഹോം നേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ വീട്ടുജോലിക്കാരി മതി എന്ന് പറയണേ. അവൾ അങ്ങനെയല്ലേ വന്നത്, അതല്ലേ പഠിച്ചത്? എന്ത് പഠിച്ചത്? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇവിടെ വീട്ടുജോലിക്കാരിയാണ് ആവശ്യം, അതിന് ഒരാൾ മതി എന്ന് പറയണേ. എന്നാൽ എന്നോടൊരു വാക്ക് പറയണ്ടേ? കുഞ്ഞുമോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അവളെ പറഞ്ഞേക്കാൻ പോവുകയാണോ എന്ന്. ഞാൻ ആരായി അപ്പം? അപ്പോൾ ചോദിക്കുകയാണ്, എന്താ അതിന് വല്ല അഭിമാനക്ഷതം സംഭവിച്ചോ എന്ന് ചോദിക്കുകയാണ്. എന്നാലും ഞാൻ ഇവിടുത്തെ ഒരു ഗൃഹനാഥനല്ലേ, എന്നെ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ബാലചന്ദ്രന് കടയിലെയും ജ്വല്ലറിയിലെയും ടെക്സ്റ്റൈൽസിലെയും ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി, ഇത് അടുക്കള കാര്യത്തിലൊന്നും ഇടപെടാൻ വരണ്ട, അത് എൻ്റെ ഏരിയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി അവിടെ നിന്ന് പോവാട്ടോ. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വരിക കേട്ടോ. വൈജയന്തിയും അതുപോലെ ബബിതയും വരുന്നുണ്ട്. ബബിത ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്തൊക്കെയാണ് അമ്മ കഴിക്കാനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാ സാധനങ്ങളും തുറന്നു നോക്കാം കേട്ടോ. ഇന്ന് ആരുടെ കുക്കിംഗ് ആണ്? പുതിയ ആളോ അതോ പഴയ ആൾ തന്നെയാണോ എന്ന് ചോദിക്കുകയാണെ.
പുതിയ ആൾ ചാർജ് എടുത്തിട്ടില്ല, നാളെ മുതലാവാം എന്ന് വൈജയന്തി പറയുന്നു. ഓ എന്നാൽ ധൈര്യമായിട്ട് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. നീ പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നേ, അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം എന്ന് പറയണം. കൃഷ്ണയോട് പറയാം എനിക്കൊന്നും വയ്യാന്ന് പറയട്ടെ ബബിത. കൃഷ്ണ രോഹിത്തിനെ വിളിക്കാൻ പോയേക്കാണ്, നീ പോയി വിളിച്ചിട്ട് വാ എന്ന് പറയണം. അങ്ങനെ ആ സമയത്ത് ബബിത അലീനയെ വിളിക്കാനായിട്ട് പോകുന്നു. കൃഷ്ണ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരികയാണ്. അതുപോലെ ബാലചന്ദ്രമേനോനും കഴിക്കാനായിട്ട് വരിക കേട്ടോ. അച്ഛൻ ലേറ്റായോ, അമ്മയുടെ കയ്യിൽ നിന്ന് കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണ ബാലചന്ദ്രനെ കൂട്ടിയിട്ട് വരുന്നത്. അപ്പോൾ വൈജയന്തി അങ്ങോട്ടേക്ക് വന്നിട്ട് രോഹിത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവൻ ചേട്ടൻ വന്നില്ല, പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറയാട്ടോ. ഫോണിലാന്ന് പറയണം. ആരാ ഫോണിൽ? ഏതോ ഒരുത്തിയോ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് രോഹിത്തിനെ വിളിക്കട്ടെ. ഏട്ടാ രോഹി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കണം. അപ്പോൾ ഫോൺ ചെയ്തുകൊണ്ട് തന്നെ രോഹിത്ത് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കണം. എന്താ അമ്മയും ചോദിക്കണേ, നീ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയണം. നിൻ്റെ സൗകര്യത്തിനനുസരിച്ച് വിളമ്പി തരാനൊന്നും പറ്റത്തില്ല, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ എന്നേ എനിക്ക് വേണ്ട എന്ന് പറയട്ടെ രോഹിത്. എടാ മര്യാദക്ക് വന്ന് കഴിക്കാനാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടാന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്ന് ചോദിക്കണം. അതിനിടയ്ക്ക് ഫോണിലൂടെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞതാന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നിൻ്റെ ഫോൺ വിളി ഇത്തിരി കൂടുന്നുണ്ട്, ഞാനിത് പിടിച്ചോളാം എന്ന് പറയാട്ടോ. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ വൈജയന്തിയോട് ബാലചന്ദ്രമേനോൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ഒച്ചയെടുക്കുന്നത്, അവന് വേണ്ടെങ്കിൽ കഴിക്കുന്നില്ല അത്രയല്ലേ ഉള്ളൂ എന്ന് പറയാട്ടോ. ആ സമയത്ത് അലീനയെ കൂട്ടിക്കൊണ്ട് ബബിത വരികയാണേ. എന്നിട്ട് നീ അവിടെ എന്തെടുക്കായിരുന്നു അമ്മയുടെ റൂമിലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുത്തശ്ശിയുടെ മേലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കായിരുന്നു എന്ന് പറയാട്ടോ. ഇതെന്ത് ഡ്രസ്സാണ് നീ ഇട്ടേക്കണേ, ഇവിടെ ഫാഷൻ ഷോ വല്ലതും ഉണ്ടോ, പോയി അത് മാറിയിട്ട് വല്ല നൈറ്റി എന്തെങ്കിലും ഇട്ടുണ്ടോ എന്ന് പറയണം. ആ സമയത്ത് ബാലചന്ദ്രമേനോൻ ചോദിക്കുന്നുണ്ട് അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണേ. പിന്നെ അവളുടെ ഡ്രസ്സ് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ആണുങ്ങളെ വശീകരിക്കാനുള്ളതുപോലെ വന്ന് നിൽക്കുന്നു എന്ന് പറയട്ടോ. പിന്നെ അവൾ എന്ത് വേണം, ചാക്ക് പുതയ്ക്കണമെന്ന് ചോദിക്കുകയാണ്. അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയാണോ ഡ്രസ്സ് ധരിക്കേണ്ടത്, എൻ്റെ ശരീരം എല്ലാവരും കണ്ടോട്ടെ, എൻ്റെ ബോഡി ഷേപ്പ് എല്ലാവരും കണ്ടോട്ടെ എന്നുള്ള രീതിയിലാണോ നിൽക്കേണ്ടതെന്നൊക്കെ പറയണേ. നിന്നോട് പറഞ്ഞത് കേട്ടില്ലടി, പോയി ഡ്രസ്സ് മാറിയിട്ട് വായെന്ന് പറയണേ. ഇതൊക്കെ കേട്ടിട്ട് സന്തോഷം തോന്നട്ടോ ബബിതയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അവൾ പോയതിന് ശേഷം അലീന പോയതിന് ശേഷം അവൾ പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ മക്കളൊക്കെ ഇട്ടേക്കുന്ന ഡ്രസ്സിനേക്കാളും നല്ലതല്ലേ അവൾ ഇട്ടേക്കുന്നത്, നമ്മുടെ മക്കളുടെ വീടാണിത്, ഇവിടെ ഉള്ളവരൊക്കെ അവരെ സ്വന്തക്കാരാണ്, അങ്ങനെയാണോ വേലക്കാരി, ഇവിടെ ആണുങ്ങളുള്ള വീടല്ലേ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അപ്പോൾ നമ്മുടെ മക്കൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോവാറുണ്ടല്ലോ എന്ന് പറയട്ടോ ബാലചന്ദ്രമേനോൻ. അവൾ അങ്ങനെ വന്ന് വന്നതും അവളുടെ ഡ്രസ്സിങ്ങും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് തന്നെ കാര്യം എന്ന് പറയണ വൈജയന്തി കേട്ടോ. നല്ല ലോജിക്ക് എന്ന് പറയട്ടോ ബാലചന്ദ്രമേനോൻ. പിന്നീട് അലീന റൂമിലേക്ക് ചെല്ലട്ടോ മുത്തശ്ശിയുടെ അടുത്തേക്ക്. എന്താടി എന്ത് പറ്റിയോ ഞാൻ നിന്നെ അവൾ വഴക്ക് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. എന്തിനാ വഴക്ക് പറഞ്ഞത്, ഈ ഡ്രസ്സ് ഇട്ടത് ഇഷ്ടപ്പെട്ടില്ല, ഡ്രസ്സ് മാറ്റി വരാൻ പറഞ്ഞു എന്ന് പറയണേ. ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം, നിൻ്റെ കയ്യിൽ വേറെ ഡ്രസ്സ് ഇല്ലെന്ന് ചോദിക്കുകയാണ്. ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അലീന വേറെ ഡ്രസ്സ് എടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് വൈജയന്തി പെട്ടെന്ന് വന്നിട്ട് ഇത് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് മേലിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. ഇതിവിടെ മുൻപ് നിന്നിരുന്ന ഒരു വേലക്കാരിക്ക് വാങ്ങിച്ചു കൊടുത്തതാണ്, അവൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടിട്ട് പോയതാണെന്ന് പറയാട്ടോ. അത് ആര്, അമ്മിണിയോ എന്ന് ചോദിക്കുകയാണ്. അതേന്ന് പറയാം, അമ്മിണിയോ എന്ന് ചോദിക്കാട്ടോ മുത്തശ്ശി. അതേന്ന് പറയാണ് വൈജയന്തി. അവൾക്ക് നല്ല വണ്ണവും നീളമൊക്കെ ഉണ്ടായിരുന്നില്ല, അത് ഇവർക്ക് പാകമാവും ചോദിക്കുമ്പോൾ പാകമാവും, അതങ്ങോട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ് വൈജയന്തി ഇട്ട. അങ്ങനെ അലീന ആ ഡ്രസ്സ് മാറാനായിട്ട് പോകുന്നു. പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. വൈജയന്തി വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് അലീന ഈ ഡ്രസ്സ് ധരിച്ച് വരുന്നത് മുത്തശ്ശി ആകെ ഒരു അമ്പരപ്പോടെ നോക്കുക കേട്ടോ. അയ്യോ ഇത് എന്നാ കുഞ്ഞെ ഈ കോലം എന്ന് ചോദിക്കാൻ, അത്രയും നല്ല ലൂസായിട്ടുള്ളൊരു നൈറ്റി ആയിരുന്നു, നല്ല ഇറക്കമുണ്ട്, നല്ല വണ്ണമുള്ളൊരു നൈറ്റി ആയിരുന്നു കേട്ടോ. സാരമില്ല മുത്തശ്ശി, കുറച്ച് വണ്ണം ഇറക്കവും കൂടുതലാണ്, തട്ടി വീഴാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയാണ് അലീന. ഞാൻ അങ്ങോട്ടേ ചെല്ലട്ടെ എന്ന് പറയട്ടോ. ആ സമയത്ത് കുഞ്ഞുമോൾ ഇങ്ങനെ ഫുഡ് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അലീന അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടിട്ട് ബാലചന്ദ്രൻ ദേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണേ. ബബിത ഭയങ്കര ചിരിയാണ്, ആത്മാവേ വാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ചിരിക്കുന്നു. കൃഷ്ണയും ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വൈജയന്തി വഴക്ക് പറയാണ്, എന്നാണ് ഇത്ര ചിരിക്കാൻ, നീക്ക് എന്താ ഇത്ര ചിരിക്കാൻ എന്ന് പറഞ്ഞ് വഴക്ക് പറയാട്ടോ. ഇത് അമ്മിനെ ഉപേക്ഷിച്ചിട്ട് പോയ നൈറ്റി അല്ലേ വൈജയൻ ചോദിക്കുകയാണ്. അതെ, ഇതാണോ നീ ഇവൾക്ക് ഇടാൻ കൊടുത്തത്, ഇതിനെന്താ കുഴപ്പം, ഇത് ഇട്ടിട്ട് അവൾക്ക് എന്ത് കോലാണുള്ളത്, ആർക്കാണ് അവളെ എത്ര നല്ല ഭംഗിയിൽ സൗന്ദര്യത്തിൽ കാണാൻ ആഗ്രഹം, നിനക്കുണ്ടോടി ബബിത, നിനക്കുണ്ടോ കൃഷ്ണൻ ചോദിക്കുകയാണ്. ഇല്ലാന്ന് പറയട്ടോ രണ്ടുപേരും. ബബിത എനിക്ക് ഒട്ടും ഇല്ലാന്ന് പറയും, കൃഷ്ണ ഇല്ലാന്ന് പറയുന്നത്. നിനക്കുണ്ടോ കുഞ്ഞുമോളെന്ന് ചോദിക്കുകയാണ്. എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാൻ നേരമില്ല, പിന്നല്ലേ മറ്റുള്ളവരുതെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുമോൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകട്ടോ അവളുടെ അലീനയുടെ വേഷം കണ്ടിട്ട്. പിന്നെ ബാലചന്ദ്രനാണോ ഇവളെ ഇത്രയും സൗന്ദര്യത്തിൽ കാണേണ്ടത് എന്ന് പറയണേ. എന്നാലും ഇത് കൊടുക്കുന്നതിനൊരു രീതിയൊക്കെ അല്ലേ, ഇതാണോ നീ കൊടുത്തേക്കണത് എന്ന് ചോദിക്കാട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അവൾ ആ ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തതെന്ന് പറയട്ടോ. അവൾ ആ ഡ്രസ്സ് ഇട്ട് വന്നതല്ല നിനക്ക് ഇഷ്ടപ്പെടാഞ്ഞത്, അവളെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് സത്യം എന്ന് പറയുമ്പോൾ അതന്നെയാണ് സത്യം, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാട്ടോ വൈജയന്തി. കൊല്ലപ്പള്ളിയിൽ നിന്ന് മനു അച്ഛനും കൂടി പോയിട്ട് കണ്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നാണല്ലോ, എനിക്ക് അന്നേ ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാലചന്ദ്രനും മനുവും കൂടി പോയിട്ടല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്, അന്നേ ഞാൻ പറഞ്ഞതാണ് വേണ്ടാന്ന്, മുത്തശ്ശിന് കൊടുത്ത വാക്കെന്ന് പറഞ്ഞ് അവൻ സമ്മതിച്ചില്ല, എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഈ സാധനത്തിനെ, എന്തിനാ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, എനിക്ക് അന്നേ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിനെ.
ആണുങ്ങളെല്ലാം ഒരുപോലെയാണ്, തൊലി വെളുപ്പ് മാത്രമേ നോക്കുള്ളൂ. ഇതിനെ ആരൊക്കെ വളർത്തി, എങ്ങനെ വളർത്തി, ഒന്നാമത് എങ്ങനെ ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയാണ് അലീനയെ കുറിച്ചിട്ടാണ്. ആരൊക്കെ കൂടെ പോയി, ആരൊക്കെ മുതലെടുത്തു എന്നൊന്നും അറിയത്തില്ല എന്ന് പറയാണ് വൈജയന്തി. അലീനയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ആകെ തകർന്ന് ആകെ ഭയങ്കര സങ്കടപ്പെട്ടിട്ടാണ് അലീന നിൽക്കുന്നത് കേട്ടോ. ഇവളൊക്കെ ആര് വളർത്തി, എങ്ങനെ വളർന്നു എന്നൊക്കെ ആർക്കറിയാം. അമ്മ പറയുന്നത് കേട്ടു, ഇവളോ ഏതൊരു മമ്മിയുടെ പേര് പറഞ്ഞു എന്ന്. അതൊക്കെ എങ്ങനെയുള്ളവളായിരുന്നു, അവളൊക്കെ എങ്ങനെയുള്ളവളായിരുന്നു എന്ന് ആർക്കറിയാം. അത് പിന്നെ ചത്തുപോയി, സമാധാനിക്കാം എന്ന് പറയാട്ടോ. അത് കൂടി കേട്ടപ്പം അലീനയ്ക്ക് ഭയങ്കര വിഷമം കൂടിയാണ്, കൺട്രോൾ പോവാണ്. അലീന ഫ്രണ്ടിലോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ സഹിച്ചോളാം, പക്ഷേ എൻ്റെ അമ്മയെക്കുറിച്ച്, എൻ്റെ മമ്മിയെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞു പോരുത്, ഒന്നും മിണ്ടരുതെന്ന് പറയാട്ടോ. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരികയാണേ. അപ്പോൾ പെട്ടെന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം. ഞാനത് അംഗീകരിച്ച് തരത്തില്ല, ഞാനത് സമ്മതിച്ച് തരത്തില്ല എന്ന് പറയണേ. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എൻ്റെ അമ്മ പിഴച്ച് പറ്റതാണ്, ശരിയാണ്, സമ്മതിച്ചു എന്ന് എന്നെ പറയണം. സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി തന്നെയാട്ടോ പറയുന്നത്. വൈജയന്തിക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും അമ്മയുടെ മുഖത്ത് നോക്കി തന്നെയാണ് പറയുന്നത്. എൻ്റെ അമ്മ എന്നെ പിഴച്ച് പറ്റത്ത് തന്നെയാണ്, സമ്മതിച്ചു, പക്ഷേ എൻ്റെ മമ്മിയെക്കുറിച്ച് ഒരു അക്ഷരം പറയരുത്. സ്വന്തം പെറ്റ അമ്മയേക്കാൾ എത്രയോ മുകളിലാണ് ആ മമ്മി ഞങ്ങൾക്ക്. അത്രയും ഞങ്ങളെ സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയും ഞങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുകയും ചെയ്തിട്ടുള്ള മമ്മിയാണ്. അങ്ങനെയുള്ളൊരു മമ്മിയെക്കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ച് തരത്തില്ല എന്ന് തന്നെ ദേഷ്യത്തോടെ പറയാട്ടോ. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് വൈജയന്തി ആ സമയത്ത്. അപ്പോൾ ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രമേനോനോട് പറയുന്നുണ്ട്, ആദ്യം അലീന വൈജയന്തിയോട് തന്നെ പറയുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേണ്ട, എന്നെ ഇവിടുന്ന് പറഞ്ഞേച്ചേക്ക്, എനിക്കിവിടെ നിൽക്കണമെന്ന് യാതൊരു താല്പര്യമില്ല, ഞാൻ പൊക്കോളാം എന്ന് പറയണേ. എന്നിട്ട് ബാലചന്ദ്രമേനോനോട് പറയാണ്, സാറിന് അറിയോ, കൊല്ലപ്പള്ളിയിൽ വെച്ചിട്ട് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ അന്നേരമേ പറഞ്ഞതാണ്, എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നെ പറഞ്ഞേച്ചേക്ക്, എന്നെ ദ്രോഹിക്കാനായിട്ട് അങ്ങോട്ടൊക്കെ കൊണ്ടുപോവില്ലേന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു കോമാളി വേഷം ഇങ്ങനെ ദ്രോഹിക്കുകയും ചെയ്യുകയാണെന്ന് അലീന കരഞ്ഞുകൊണ്ട് പറയാട്ടോ. ആ സമയത്ത് ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്, കുട്ടി അതൊന്നും കാര്യമാക്കണ്ട, ആദ്യം നൈറ്റി ഊരി കളഞ്ഞ് കത്തിച്ചേക്ക്, എന്നിട്ട് പോയിട്ട് നിൻ്റെ ഡ്രസ്സ് തന്നെ എടുത്തിട്ടോ എന്ന് പറഞ്ഞിട്ട് അലീനയെ അവിടെ നിന്ന് പറഞ്ഞേക്കണേ. എന്നിട്ട് വൈജയന്തിയോട് പറയുന്നുണ്ട്, നീ ആദ്യം പഠിക്കേണ്ട ഒരു പാഠമുണ്ട്, ആളറിഞ്ഞ് വേണം സംസാരിക്കാൻ. ഇപ്പം നിനക്ക് തൃപ്തിയായല്ലോ, ആളറിഞ്ഞ് വേണം സംസാരിക്കാൻ, ഇപ്പം നിനക്ക് തൃപ്തിയായില്ലേ, അതാണ് നീ പഠിക്കേണ്ട ആദ്യത്തെ ഒരു പാഠമെന്ന് പറയണേ. എന്നിട്ട് ബാലചന്ദ്രമേനോൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. എന്നിട്ട് കൈ കഴുകിക്കൊണ്ട് പോണ സമയത്ത് പറയുന്നുണ്ട്, കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ടിളക്കി കടി കിട്ടിയപ്പോൾ സമാധാനമായില്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് പോവാണ്. ഇപ്പം മനസ്സിലായല്ലോ കടിക്കുന്ന പട്ടിയാണെന്ന് വൈജയന്തിയും പറയട്ടോ. ആ സമയത്ത് കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാട്ടോ. എന്താടിയും ചോദിക്കുകയാണ്. ആ നൈറ്റി എടുത്തോണ്ട് കൊടുത്തതിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മിണ്ടരുത്, ഞാൻ അല്ലങ്ങത്തിനെ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയുടെ വായ അടുപ്പിക്കുകയാണ്. അങ്ങനെ കൃഷ്ണൻ മിണ്ടാതിരിക്കുന്നു. അങ്ങനെ പിന്നെ അലീന പോയ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നാളത്തെ എപ്പിസോഡിൽ വൈജയന്തി അലീനയുമായിട്ടുള്ള യുദ്ധം, ശരിക്കും പറഞ്ഞാൽ യുദ്ധം തന്നെയാണ് ആരംഭിക്കുന്നത്. അലീനയോട് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് വൈജയന്തി. കാരണം ഒരുപാട് ഇനി ബാലചന്ദ്രനെയും അതുപോലെ അലീനയൊക്കെ മോശമായിട്ട് സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡുകളും പ്രൊമോ റിവ്യൂസും അതുപോലെ അപ്കമിങ് റിവ്യൂസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.